യോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ ബ്രാൻഡ് ന്യൂ വീഡിയോ. നമ്മൾ ഇന്നോട് വന്നിട്ടുള്ളത് കഴിഞ്ഞ ദിവസം യൂറോ യു എസ് ഡിയിൽ എടുത്തിട്ടുണ്ടായിരുന്ന ഒരു ട്രേഡിന്റെ ഒരു ക്വിക്ക് ബ്രേക്ക് ഡൗണുമായിട്ടാണ്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഫസ്റ്റ് ഒരു 4 hour ടൈം ഫ്രെയിമിൽ ഒരു ഔട്ട്ലുക്കും കാര്യങ്ങളും ഫസ്റ്റ് ഒന്ന് നോക്കാം. അതിൻ്റെ ശേഷം എന്ത് ചെയ്യാം, ആ ട്രേഡ് എടുക്കാൻ കാരണമായിട്ടുള്ള ഒരു ലോ ടൈം ഫ്രെയിം കൺഫർമേഷൻസ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളെ ഒരു ഡെയിലി FVG ലെവലിൽ നിന്ന് മാർക്കറ്റ് എന്ത് ചെയ്യായിരുന്നു, റിയാക്ട് ചെയ്യായിരുന്നു. സോ നമ്മൾ ഇവിടുന്ന് ഒരു ഷോർട്ട് എൻട്രി ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒരു 50 minute ടൈം ഫ്രെയിമിലേക്ക് പോവാം. ഓക്കെ, സോ നമ്മൾ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത് ന്യൂയോർക്കിലെ ആ ഒരു സിൽവർ ബുള്ളറ്റ് ഹവേഴ്സിലായിരുന്നു. സോ നമുക്കറിയാം ന്യൂയോർക്കിലെ സിൽവർ ബുള്ളറ്റ് ഹവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 19:30 7 മുതൽ 8 വരെയുള്ള ആ ഒരു വിൻഡോ ആണ്. സോ എന്ത് ചെയ്തു, നമുക്ക് ആ ഒരു വിൻഡോ അവിടെ മാർക്ക് ചെയ്യാം. ഓക്കെ ഓക്കെ സോ നമുക്കിവിടെ കാണാൻ പറ്റും മാർക്കറ്റ് പ്രീവിയസ്ലി എടുത്തിട്ടുണ്ടായിരുന്ന ഒരു പ്രീവിയസ്ലി ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സ്ട്രക്ചർ. സോ നമുക്കിവിടെ കാണാൻ പറ്റും മാർക്കറ്റ് മേലോട്ട് ഇവിടുന്ന് ബ്രേക്ക് ചെയ്തു. അതിനുശേഷം ആ ഒരു ലോ മാർക്കറ്റ് എന്ത് ചെയ്തു, ഇവിടെ ബ്രേക്ക് ചെയ്തു. സോ ഇവിടെ നമുക്ക് എന്ത് ചെയ്തു, ഒരു ഡൗൺ ട്രെൻഡ് കൺഫർമേഷൻ അല്ല, 50 minute സ്ട്രക്ചർ എന്ത് ചെയ്തു, ഡൗൺ ട്രെൻഡിലേക്ക് എന്ത് ചെയ്തു, ഷിഫ്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, സോ ആ ഒരു ഷിഫ്റ്റ് ആവാൻ കാരണമായിട്ടുള്ള ഒരു സപ്ലൈ ലെവൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ഈ ഒരു ബുള്ളിഷ് ലെവൽ. ഓക്കെ, ലാസ്റ്റ് ബുള്ളിഷ് ക്യാൻഡിൽ. സോ ഇവിടെ നിന്നാണ് മാർക്കറ്റ് എന്ത് ചെയ്തത്, ആ ഒരു മൊമെന്റം ഒറിജിനേറ്റ് ചെയ്തത്. സോ അതിന് മുന്നായിട്ട് നമുക്ക് കാണാൻ പറ്റും ഒരു 2 ക്യാൻഡിൽസിന്റെ, ഒരു ഡോജി ക്യാൻഡിൽസിന്റെ ഹൈ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് സ്ട്രോങ് ആയിട്ട് താഴോട്ടേക്ക് മൂവ് ചെയ്യാനുണ്ടായത്. സോ നമുക്ക് അവിടെ തന്നെ ഒരു സ്ട്രക്ചർ, ഒരു സ്മോൾ സ്ട്രക്ചർ ബ്രേക്ക് ചെയ്തായിട്ട് കാണാൻ കഴിയും. ഓക്കെ, സോ പിന്നെ ആ ഒരു സോണിന്റെ തൊട്ടടുത്തായിട്ട് നമുക്ക് കാണാൻ പറ്റും ലിക്വിഡിറ്റി ഇൻഡ്യൂസ്മെന്റ് മാർക്കറ്റ് ലെഫ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ എന്തുകൊണ്ടും നമുക്കൊരു ട്രേഡ് നോക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു. പിന്നെ അതുപോലെ നമ്മൾ ആ ഒരു സിൽവർ ബുള്ളറ്റ് ഹവേഴ്സ് ആ ഒരു ടൈം ഉണ്ടല്ലോ, ആ ടൈമും ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് മാച്ച് ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് എങ്ങനെയാണ് ആ ഒരു കൺഫർമേഷൻ വന്നത് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, 5 minute ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, 5 minute കൺഫർമേഷൻ പ്രകാരമായിരുന്നു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് റിപ്ലൈ ചെയ്തിട്ട് ആ ഒരു ട്രേഡ് എങ്ങനെയാണ് വന്നതെന്ന് വെച്ചിട്ട് നോക്കാം. ഓക്കെ, സോ നമുക്കിവിടെ കാണാൻ പറ്റും മാർക്കറ്റ് എന്ത് ചെയ്തു, നമ്മളെ ആ ഒരു സോൺ ഇവിടെ ക്ലിയർ ആയിട്ട് ടാപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ആ ഒരു 5 minute ആ ഒരു സ്ട്രക്ചർ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. സോ ഈ ഒരു പോയിന്റിൽ നിന്നാണ് മാർക്കറ്റ് എന്ത് ചെയ്തത്, ഇവിടുന്ന് ഏറ്റവും ആ ഒരു ലാസ്റ്റ് ഹൈ ഉണ്ടാക്കിയത്. ഓക്കെ, സോ നമുക്ക് ഇതിന്റെ താഴെ പ്രൈസ് ക്ലോസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നമുക്ക് എന്ത് ചെയ്യാം, MS ആയിട്ട് കൺസിഡർ ചെയ്യാം. സോ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് എങ്ങനെയാണ് പ്രൈസ് റിയാക്ട് ചെയ്യുക എന്നുള്ളത് നോക്കാം. സോ പ്രൈസ് എന്ത് ചെയ്തു, ആ ഒരു ലോന്റെ താഴെ അവിടെ ഉണ്ടായിട്ടുള്ള ആ ലോന്റെ താഴെ മാർക്കറ്റ് എന്ത് ചെയ്തു, ക്ലോസ് ചെയ്തു. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, MS ആയിട്ട് കൺസിഡർ ചെയ്യാം. പിന്നെ അവിടെ നമുക്ക് കാണാൻ പറ്റും ഒരു ടൈനി FVG, ഒരു സ്മോൾ FVG ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, സോ ഈ ഒരു FVG നമുക്ക് എൻട്രി എടുക്കാം. ഓക്കെ, സോ നമ്മൾ സിൽവർ ബുള്ളറ്റ് ഹവേഴ്സിലാണ് ആക്ച്വലി ഈ ഒരു ട്രേഡ് വന്നിട്ടുള്ളത്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് ഷോർട്ട് പ്ലേസ് ചെയ്യാം. ഈ ഒരു ഈ ഒരു FVGന്റെ ഓപ്പണിംഗിൽ നമുക്ക് ട്രേഡ് പ്ലേസ് ചെയ്യാം. സ്റ്റോപ്പ് ലോസ് ഈ ഒരു ഹൈന്റെ മേലെ കീപ്പ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, എന്നിട്ട് 1:2 നമുക്ക് എന്ത് ചെയ്യാം, ടാർഗറ്റ് ചെയ്യാം. ഓക്കെ, ഒബ്വിയസ്ലി 1:2 എന്ന് പറയുമ്പോൾ ഈ ഒരു ലെവലിൽ നമുക്ക് എന്ത് ചെയ്യാം, ടാർഗറ്റ് ചെയ്യാം. സോ നമുക്ക് ഓൾറെഡി ഇവിടെ കാണാൻ കഴിയും പ്രൈസ് ഒരു കമ്പാരിറ്റീവ്ലി ഒരു ഈക്വൽ ലോ ഇവിടെ മാർക്കറ്റ് ലെഫ്റ്റ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ടാർഗറ്റ് ഇതുവരെ എക്സ്പെക്ട് ചെയ്യാം. പക്ഷെ നമ്മൾ സിൽവർ ബുള്ളറ്റിന് പൊതുവെ 1:2 എന്നുള്ള ഒരു ടാർഗറ്റിലാണ് നമ്മൾ ഫിക്സ് ചെയ്യാറുള്ളത്. സോ നമുക്ക് ലോജിക്കലി ഇത്തരത്തിലുള്ള ലിക്വിഡിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, ടാർഗറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് എങ്ങനെയാണ് പ്രൈസ് റിയാക്ട് ചെയ്യുക എന്നുള്ളത് ജസ്റ്റ് നോക്കാം. ഓക്കെ, പ്രൈസ് എന്ത് ചെയ്തു, ആ ഒരു ലിക്വിഡിറ്റി എടുത്തു. അതുപോലെ നമ്മളെ ഇവിടെ കാണാൻ പറ്റും ആ ഒരു FVGന്റെ തൊട്ടടുത്തായിട്ട് പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ലിക്വിഡിറ്റി ലെഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ട്രെൻഡ് ലൈൻ ഫോർമേഷനിൽ. അതെന്ത് ചെയ്തു, മാർക്കറ്റ് ടേക്ക് ചെയ്തു. കറക്റ്റ് ആ ഒരു FVG മാർക്കറ്റ് എന്ത് ചെയ്തു, മീഡിയേറ്റ് ചെയ്തു. അതിന് ശേഷം ഷാർപ്പായിട്ട് താഴോട്ടേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് വെയിറ്റ് ചെയ്യാം എങ്ങനെയാണ് പ്രൈസ് റിയാക്ട് ചെയ്യുക എന്നുള്ളത് നോക്കാം. നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്തു, ആ ഒരു ടാർഗറ്റ് അവിടെ മീറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയും. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ട്രേഡാണ്. മാർക്കറ്റ് ടെസ്റ്റ് ചെയ്യാത്തൊരു സപ്ലൈയിൽ വന്നു, കറക്റ്റ് ആ ടൈം മാച്ച് ആയി വന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തു, സിൽവർ ബുള്ളറ്റ് എൻട്രിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു. പ്രോപ്പർ ആയിട്ട് നമുക്ക് ഒരു MS തന്നു, ആ ഒരു FVGയിൽ മാർക്കറ്റ് വന്നു, ടാപ്പ് ചെയ്തു, നമ്മൾ എൻട്രി എടുത്തു. ഓക്കെ, സോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ട്രേഡാണ്, എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന ഈ ഒരു കോൺസെപ്റ്റിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനും അതുപോലെ കൂടുതൽ കാര്യങ്ങൾ അറിയാനും താല്പര്യമുള്ളവർ ഈ ഒരു വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മളൊരു ഫോം കൊടുക്കുന്നുണ്ട്. സോ ആ ഒരു ഫോം ഫില്ലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടീം നിങ്ങളെ ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ,
സോ എല്ലാവരും സേഫ് ആയിട്ട് ട്രേഡ് ചെയ്യുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.